നമസ്കാരം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകാതിരിക്കാൻ പി.വി. അൻവർ എം.എൽ.എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. 1.5 വർഷം കാലാവധി അവശേഷിക്കവെ നിലമ്പൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച 57-കാരനായ എം.എൽ.എ സ്പീക്കറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. പാർലമെന്ററി നടപടി ചട്ടപ്രകാരം സ്വതന്ത്രനായി ജയിച്ച എം.എൽ.എ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാകും. തൃണമൂലിൽ ചേർന്ന അൻവർ നിയമസഭാ അംഗത്വം ഒഴിഞ്ഞതുപോലെ കേരള നിയമസഭയിൽ പലവിധ കാരണങ്ങളാൽ 35-ലധികം എം.എൽ.എമാർ രാജിവെച്ചിട്ടുണ്ട്. 2012-ൽ ആർ സെൽവരാജ് പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് നെയ്യാറ്റിൻകര എം.എൽ.എ സ്ഥാനം രാജിവെച്ചൊഴിയുമ്പോൾ CPM ഞെട്ടിയത് അന്നേക്ക് 44 വർഷം മുമ്പ് ആറ്റിങ്ങലിൽ KP കോസല രാമദാസ് രാജിവെച്ച സംഭവം അതാണ്. 1968 നവംബർ 26-നാണ് 19 മാസം നീണ്ട തന്റെ നിയമസഭാ ജീവിതം കോസല രാമദാസ് അദ്ദേഹം അവസാനിപ്പിച്ചത്. തിരുവനന്തപുരത്ത് അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കോസല രാമദാസ് തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിൽ പങ്കാളിയായത്. 1967-ൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്നും വക്കം പുരുഷോത്തമനെ തോൽപ്പിച്ച് CPM അംഗമായി 3-ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ 19 മാസത്തിനു ശേഷം അദ്ദേഹം അംഗത്വം രാജിവെച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിപ്ലവം പോരാ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാജിക്ക് കാരണം. പിൽക്കാലത്ത് CPM-നെ ഞെട്ടിച്ചത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ജയിച്ച ആർ സെൽവരാജിന്റെ രാജിയായിരുന്നു. 2012 മാർച്ച് 9-ന് സെൽവരാജ് രാജിവെച്ചത് CPM-നെ മാത്രമല്ല കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചു. 2 താലൂക്കുകൾക്കപ്പുറം പ്രശസ്തനല്ലാതിരുന്ന സെൽവരാജ് തന്റെ 64-ാം പിറന്നാൾ ആഘോഷിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാജിവെച്ചത്. നിയമസഭയിൽ നിന്ന് രാജിവെച്ച 35-ാമത്തെ അംഗമായിരുന്നു സെൽവരാജ്. കോൺഗ്രസിൽ ചേരാനായിരുന്നു സെൽവരാജിന്റെ രാജി. 4 MLA-മാരുടെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അംഗബലം കൂട്ടാനായിരുന്നു CPM-നെ ഞെട്ടിച്ച ഈ ആക്ഷൻ. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ സെൽവരാജിന് തന്നെയായിരുന്നു വിജയം. 2012 ജൂൺ 15-ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം VS അച്യുതാനന്ദന്റെ ഒഞ്ചിയം സന്ദർശനവും CPM-നെ ഞെട്ടിച്ചു. കൊല്ലപ്പെട്ട TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തി ഭാര്യ KK രമയും കുടുംബാംഗങ്ങളെ VS ആശ്വസിപ്പിച്ചു. അത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചെന്നും വ്യാഖ്യാനങ്ങളുണ്ടായി. രാജിവെച്ചതിന്റെ കാരണവും സമയവുമാണ് സെൽവരാജിന്റെ രാജിയെ വേറിട്ടതാക്കിയത്. മുഖ്യമന്ത്രിമാർക്ക് വഴിയൊരുക്കാനും MLA-മാരുടെ രാജി ഉണ്ടായിട്ടുണ്ട്. E ചന്ദ്രശേഖരൻ നായർ, C അച്യുതമേനോൻ, CH ഹരിദാസ്, ആര്യാടൻ മുഹമ്മദ്, തലേക്കുന്നിൽ ബഷീർ, AK ആന്റണി, KP മാമു മാസ്റ്റർ, EK നായനാർ എന്നിവർ ഉദാഹരണങ്ങൾ. വടക്കാഞ്ചേരിയിൽ V ബൽറാം K മുരളീധരന് വേണ്ടി രാജിവെച്ചൊഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം വിട്ട K കരുണാകരൻ, AK ആന്റണി എന്നിവർ കേന്ദ്രമന്ത്രിമാരായി. വക്കം പുരുഷോത്തമൻ, രമേശ് ചെന്നിത്തല, ജോർജ് ഈഡൻ, KC വേണുഗോപാൽ, KV തോമസ്, K സുധാകരൻ, ഷാഫി പറമ്പിൽ, K രാധാകൃഷ്ണൻ എന്നിവർ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ നിയമസഭാ അംഗത്വം രാജിവെച്ചിരുന്നു. KV തോമസ്, K സുധാകരൻ, KC വേണുഗോപാൽ എന്നിവർ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിനെ തുടർന്ന് 2019 മെയ് 28-ന് രാജിവെച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു കയറി. സുധാകരന് പകരം കണ്ണൂരിൽ നിന്ന് AP അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചത്. ഡൊമിനിക് പ്രസന്റേഷൻ എറണാകുളത്തും AA ഷുക്കൂർ ആലപ്പുഴയിലും ജയിച്ചു. CPM വിട്ട് മുസ്ലിം ലീഗിലേക്ക് പോയ മങ്കട MLA മഞ്ഞളാംകുഴി അലിയും രാജിവെച്ചു. എന്നാൽ സഭാ കാലാവധി തികയാൻ 6 മാസത്തിൽ കുറവ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. 9-ാം നിയമസഭയിൽ മുസ്ലിം ലീഗ് അംഗങ്ങളായി PM അബൂബക്കർ, UA ബീരാൻ എന്നിവർ MLA സ്ഥാനം രാജിവെച്ചത് INL-ൽ ചേരാൻ വേണ്ടിയായിരുന്നു. 11-ാം നിയമസഭയിലേക്ക് UDF 99 അംഗങ്ങളുമായി ചരിത്ര വിജയമാണ് നേടിയത്. 2001 മെയ് 17-ന് AK ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാന കോൺഗ്രസിലെ AA പോര് കടുത്തതോടെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ച K മുരളീധരനെ വൈദ്യുതി മന്ത്രിയാക്കി. വടക്കാഞ്ചേരി MLA V ബൽറാമിനെ രാജിവെപ്പിച്ച് മത്സരിച്ച മുരളീധരന് ജയിക്കാനായില്ല. അതോടെ ഒരു നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മുരളീധരൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു. CPM നേതാവ് AC മൊയ്തീനാണ് മുരളീധരനെ തോൽപ്പിച്ചത്. K കരുണാകരൻ കോൺഗ്രസ് വിട്ട് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് രൂപീകരിച്ചതിനെ തുടർന്നാണ് 9 MLA-മാർ രാജിവെച്ച് പുതിയ പാർട്ടിയിൽ ചേർന്നത്. P ശങ്കരൻ, MP ഗംഗാധരൻ, MA ചന്ദ്രശേഖരൻ, ND അപ്പച്ചൻ, മാലയത്ത് സരളാദേവി, രാധാരാഘവൻ, ശോഭന ജോർജ്, TV ചന്ദ്രമോഹൻ, D സുഗതൻ എന്നിവരാണ് 2005 ജൂലൈ 5-ന് രാജി സമർപ്പിച്ചത്. ഇവർക്കാർക്കും പിന്നീട് നിയമസഭയുടെ പടി കയറാൻ കഴിഞ്ഞിട്ടില്ല.